ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ പാളിയെന്ന രൂക്ഷമായ വിമർശനം കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ദേവസ്വം ബോർഡിനെയും സംസ്ഥാന സർക്കാരിനെയും രൂക്ഷ ഭാഷയിൽ കേരള ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇപ്പോൾ ഹൈക്കോടതി രൂക്ഷമായ ചില വിമർശനങ്ങളും ചോദ്യങ്ങളും ദേവസ്വം ബോർഡിന് മുമ്പാകെ വെക്കുന്നത്. സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി കൂടി ചേരുകയാണ്. മിഥുൻ, ഈ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് വീണ്ടും പ്രതിരോധത്തിലേക്ക് എത്തുകയാണ്. കാരണം കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് വിമർശനം ഉണ്ടാകുന്നത്. ഇപ്പോൾ ശബരിമല സന്നിധാനത്തെ സാഹചര്യം എന്താണ് ഇത്? ഗൗതം, എന്നോടൊപ്പം സന്നിധാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ശ്രീജിത്ത് ചേരുന്നുണ്ട്. സർ, ഈ സന്നിധാനത്തെ അഭൂതപൂർവമായിട്ടുള്ള ഇന്നലത്തെ ഒരു ഭക്തജന തിരക്ക് ഭയാനകമായ ഒരു സാഹചര്യം ഉണ്ടാക്കി. നിലവിൽ നിയന്ത്രണ വിധേയമാണ്, തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഏതൊക്കെ നടപടികളിലൂടെയാണ് ഒരു ക്രമീകരണം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്? പൂർണ്ണ സമർപ്പണത്തോടെ നിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭയാനകമായിരുന്നില്ല. ഞങ്ങൾ നിയന്ത്രണ വിധേയം തന്നെയായിരുന്നു, ഇപ്പോഴും നിയന്ത്രണ വിധേയമാണ്. നമ്മളതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, തികച്ചും ശാന്തമായിട്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ ക്രമമായിട്ട് വരുന്ന ആൾക്കാർ ക്രമമായിട്ട് തന്നെ ഈ ദർശനത്തിന് മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല. ഇന്നലെ എന്താ പറയുക, അവിചാരിതമായി ഇൻഫിൽട്രേഷൻ കുറച്ചുണ്ടായി, അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇന്നലെ ഉണ്ടായത്. അതിപ്പോൾ തരണം ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല, നമ്മൾ കൃത്യമായി 20,000-ലേക്ക് തന്നെ പരിമിതപ്പെടുത്തേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ നിലയ്ക്കൽ അത് വളരെ കേന്ദ്രീകൃതമായിട്ട് ചെയ്യാനായുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, പല ദിവസങ്ങളിൽ വേറെ ദിവസങ്ങളിൽ ബുക്ക് ചെയ്തവർ ഇന്നലെ കയറി വന്നത് 24,917 പേരാണ്. ഇങ്ങനെയുള്ള ഈ എന്താ പറയുക, ക്രമമില്ലാതെയുള്ള വരവുകൾ ഇവിടുത്തെ എന്താ പറയുക സംവിധാനത്തെ ചിലപ്പോൾ താളം തെറ്റിക്കും താൽക്കാലികമായിട്ടെങ്കിലും. പക്ഷേ അത് നേരെയാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മളത് ചെയ്തു കഴിഞ്ഞു. ഇന്നലെ ദർശനം കിട്ടാതെ മടങ്ങി എന്ന് പറഞ്ഞ ഹൃദ്രോഗികളായിട്ടുള്ള 2-3 പേരെ ഞങ്ങളിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് രണ്ടാമത് ദർശനം കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ജെനുവിനായിട്ട് വന്ന് വെർച്വൽ ക്യൂ രജിസ്റ്റർ ചെയ്തതിന് ശേഷം തൊഴാൻ പറ്റാതെ പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള തെളിവ് ഹാജരാക്കിയാൽ തീർച്ചയായിട്ടും അവർക്കൊരു അവസരം കൂടെ കൊടുക്കുന്നതായിരിക്കും. അവർക്ക് ഭംഗിയായിട്ട് തൊഴിലുള്ള അവസരം നമ്മൾ ഉണ്ടാക്കും. ഹൈക്കോടതിയുടെ ഇപ്പോൾ ഒരു രൂക്ഷ വിമർശനം ദേവസ്വം ബോർഡിന് നേരെ ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഉത്സവങ്ങൾക്ക് മുന്നൊരുക്കം ഉണ്ടാക്കുന്നത് പോലെയാണോ ശബരിമല പോലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ മുന്നൊരുക്കങ്ങൾ ഉണ്ടാകേണ്ടത്? കുടിവെള്ളമില്ല, മറ്റു സൗകര്യങ്ങൾ ഭക്തർക്കില്ല, അതിൻ്റെ പ്രശ്നങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതാണ്. വലിയ അപകടങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടില്ല. കാരണം ഞാൻ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഞാൻ ഈ ക്രൗഡിനിടയ്ക്ക് നിൽക്കുകയാണ്. എനിക്ക് വാർത്ത കേൾക്കാനോ ഈ ഉത്തരവ് കാണാനോ സാധിച്ചിട്ടില്ല. കാണുന്ന മുറയ്ക്ക് ഉചിതമായിട്ടുള്ള മുന്നൊരുക്കങ്ങളിൽ ഉണ്ടായ ഒരു വീഴ്ചയല്ലേ ഈ കോടതി ഇപ്പോൾ? അങ്ങനെ ഞാൻ പറഞ്ഞതെന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഞാൻ ആ ഉത്തരവ് കണ്ടിട്ട് അതിനനുസരിച്ച് പ്രതികരിക്കുന്നതായിരിക്കും. മറ്റൊരു കാര്യം, ഇന്നലെ പല ഭക്തരോടും പ്രതികരണം നമ്മൾ തേടിയപ്പോൾ പറഞ്ഞതാണ് ഈ മരക്കൂട്ടത്തു നിന്നും ചന്ദ്രാനന്ദൻ റോഡിലേക്ക് കാട്ടിലൂടെ ഇറങ്ങിയ ഒരു സംഭവം അത് സുരക്ഷാ വീഴ്ചയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം അവിടെ മതിയായ പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ലായിരുന്നു. മാത്രമല്ല, മരക്കൂട്ടത്തെ വെയിറ്റിംഗ് ഷെഡ് എന്തോ തകരാറ്, അങ്ങനെ എന്തോ ക്യൂ കോംപ്ലക്സിൽ എന്തോ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുമായിരുന്നു ചില ഭക്തർ പ്രതികരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ഭക്തരെ ബെയിലി പാലം വഴി സന്നിധാനത്തേക്ക് എത്തിക്കുന്നതിനും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് നിർദ്ദേശം നൽകിയത് എന്ന് ഭക്തർ ഇന്നലെ പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ശരിയായ പാതയിലൂടെ അല്ലാതെ മറ്റു പാതകളിലൂടെ സന്നിധാനത്തിലേക്ക് ഭക്തരെ കടത്തിവിടുന്നതിനുള്ള നിർദ്ദേശം അങ്ങനെ എങ്ങനെയാണ് കൊടുക്കാൻ കഴിഞ്ഞത്? അങ്ങനെ ഒരു നിർദ്ദേശവും ഇവിടുന്ന് ഔദ്യോഗികമായിട്ട് പോയിട്ടില്ല. പക്ഷേ അവിടെ ഇന്നലെ ക്രമാതീതമായ തിരക്ക് വന്നപ്പോൾ ആ തിരക്ക് ഡിഫ്യൂസ് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടി ചില പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഭക്തരെ വഴിമാറ്റി നിർത്തിയിട്ടുണ്ട്. ആ നിർത്തിയവരെ കുറച്ച് കഴിഞ്ഞാൽ ക്യൂവിൽ കയറ്റി വിടാൻ വേണ്ടിയാണ് മാറ്റി നിർത്തിയിരുന്നത്. പക്ഷേ നിർത്തിയവരവിടെ കാത്തു നിൽക്കാതെ അവരെന്ത് ചെയ്തു, കാട്ടിലൂടെ വന്നിട്ട് തിരിച്ച് മാളികപ്പുറം വഴി ഇവിടെ വന്നു നിന്നു. പക്ഷെ അവർക്കും നമ്മൾ ദർശനം കൊടുക്കുക അവരാരും പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഈ ചില സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ക്ഷമയോടുകൂടി, ഇപ്പോൾ ഇന്നലെ തന്നെ വന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നതാണ്. അല്ല ആർക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ദർശനം നടത്തണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാത്തു നിൽക്കാൻ തയ്യാറായിട്ട് വേണം ഭക്തജനങ്ങൾ വരാമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് പോലീസിൻ്റെ ഭാഗത്തുള്ളത്. അത് ഞങ്ങൾ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഇവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നടയടച്ച് കിടക്കും. ഇന്നലെ തന്നെ നടയടച്ച സമയമൊക്കെ തന്ത്രി ഇടപെട്ടിട്ട് വളരെയധികം കുറച്ച് തന്നു. പക്ഷേ എന്നാൽ പോലും നടയടയ്ക്കേണ്ട ആവശ്യം വരും. അപ്പം 4 മണിക്കൂർ രാത്രി എന്തായാലും 4-5 മണിക്കൂർ ക്ലോസ്ഡാണ്. ആ നേരത്തൊക്കെ കാത്തു നിൽക്കുന്നവർ. വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നടയടച്ചിരിക്കുമ്പോൾ പലരും 18-ാം പടി കയറാൻ വിസമ്മതിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. 18-ാം പടി കയറുന്ന റിച്വലും തൊഴുന്നതും രണ്ടായിട്ടാണ് ഇവിടുത്തെ ആചാരം. അപ്പോൾ 18-ാം പടി കയറാൻ സാധിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് മാളികപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് സിവിൽ ദർശനത്തിന് വന്ന് ഇഷ്ടംപോലെ തവണ തൊഴാനുള്ള അവസരമുണ്ട്. സിവിൽ ദർശനത്തിൻ്റെ ക്യൂ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ് സത്യം പറഞ്ഞ്. അപ്പോൾ ഇവിടെ കാത്തു കെട്ടി നിന്നാൽ താഴോട്ടുള്ള ക്യൂവിൻ്റെ നീളം കൂടും. മറ്റയ്യപ്പ ഭക്തന്മാർക്ക് തൊഴാനുള്ള സാഹചര്യം കുറയും. അത് നിങ്ങളൊന്ന് നാട്ടുകാരെ അറിയിക്കണം. കാരണം രാത്രി ആയാലും പകലാണെങ്കിലും പോലീസ് അയ്യപ്പന്മാർ പറയുന്നതനുസരിച്ച് പരമാവധി ആൾക്കാർ
18-ാം പടി കയറുക തന്നെ വേണം. 18-ാം പടി കയറുന്നത് എന്നുള്ള ആ ആചാരം കഴിഞ്ഞ് പിന്നീട് തൊഴാനായിട്ടുള്ള അവസരം പിന്നെ ഇഷ്ടം പോലെ അവർക്ക് കിട്ടുന്നതാണ്. ഇത് പ്രത്യേകം ഒന്ന് അറിയിക്കേണ്ടതാണ്. സാർ, ഒരു കാര്യം കൂടി, 40-50 ഭക്തജനങ്ങളെ വീതമാണ് ഇന്നലെ 18-ാം പടി കയറ്റാൻ സാധിച്ചത് മിനിറ്റിൽ. അതിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഈ 80-90 എന്നുള്ള ഒരു സംഖ്യയിലേക്ക് കടക്കാൻ കഴിഞ്ഞു? ഇന്ന് രാവിലെ 80-90 എത്തിയിട്ടുണ്ട്. ഇന്നലെ രാവിലെയും എത്തിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഏതെങ്കിലും പ്രായമുള്ള ആളുകളോ കുഞ്ഞുങ്ങളോ വരുമ്പോഴാണിത് ഇതിൻ്റെ തോത് കുറഞ്ഞു പോകുന്നത്. അത് പരിഹരിക്കാനായിട്ട് എന്നാലും ആവറേജ് ഒരു 70-75 വെച്ച് പരിചയസമ്പന്നരായിട്ടുള്ള പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചിട്ടുണ്ട്. ഇനി പോരെങ്കിൽ കുറച്ചുകൂടെ പരിചയമുള്ളവരെ മാറ്റിവെക്കും. അത് പരിശോധിച്ച് വേണ്ടത് ചെയ്യുന്നതാണ്. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഒരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മൾ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിലയ്ക്കൽ മുതൽ ഭക്തജനങ്ങളെ തടയുമ്പോൾ ശബരിമല പാതയിൽ അല്ലെങ്കിൽ മറ്റ് ഇടത്താവളങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുമോ? കൂടുതൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഭക്തജനങ്ങൾ പ്രകടമാക്കുന്നുണ്ട്. അതിൽ എന്താണോ ഒന്ന് വിശദം? നമ്മൾ എവിടെയും ആരെയും തടയുന്നില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. വെർച്വൽ ക്യൂ പാസ് ഇല്ലാത്തവരോടാണ് അവിടെ കാത്തു വെക്കാൻ പറയുന്നത്. കൃത്യമായ വെർച്വൽ ക്യൂ പാസ് കിട്ടിയവരെ ആരെയും എവിടെയും തടയേണ്ട കാര്യമില്ല. അതിനപ്പുറത്തുള്ളവരെ തടഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഹോൾഡിംഗ് കപ്പാസിറ്റി മാക്സിമം 1 ലക്ഷമാണ് സന്നിധാനത്ത്. ഇതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വളരെ പരിമിതമായ പ്രദേശമാണ് ഹൈക്കോടതി ലിമിറ്റ് വെച്ചിരിക്കുന്നത്. ആ ലിമിറ്റിന് അപ്പുറത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ തടയുന്നത്. അല്ലാതെ വേറെ പ്രോപ്പറായിട്ട് വെർച്വൽ ക്യൂ ആയിട്ട് വരുന്ന ഒരാൾ ഇവിടെ എവിടെയും ആരും തടയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എങ്ങനെ വന്നാലും ദർശനം കിട്ടും എന്നുള്ളൊരു ധാരണയിൽ വെർച്വൽ ക്യൂ പാസ്സില്ലാതെ സ്പോട്ട് ബുക്കിംഗ് എടുത്ത് വരാം എന്ന് കരുതിയിട്ട് 20,000-ന് മുകളിൽ സ്പോട്ട് ബുക്കിംഗ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ തടയുന്നത്. അല്ല വേറെ എവിടെയും നമ്മൾ ആരെയും തടയുന്നില്ല. ബോണഫൈഡ് ആയിട്ടുള്ള വെർച്വൽ ക്യൂ കിട്ടിയിട്ട് വരുന്നവർക്ക് വന്നാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി അഥവാ ഇല്ലാതെ വന്നു സ്പോട്ട് ബുക്കിംഗ് തീർന്നു പോയാൽ അടുത്ത സ്ലോട്ട് വരെ അവർ കാത്തു വെക്കണം. ചിലപ്പം 24 മണിക്കൂർ കൂടുതൽ ചിലപ്പോൾ കാത്തു നിൽക്കേണ്ടി വരുന്നതാണ്. അവർക്ക് എന്നാലും അപ്പോൾ ദർശനം കൊടുക്കും. ഇതാണ് എൻ്റെ സംവിധാനം. അല്ലാതെ വേറെ തടസ്സമൊന്നും എവിടെയും ഇല്ല. അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല എങ്കിലും ഒരു ചോദ്യം, ഈ കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് ഭക്തരുടെ ഭാഗത്തുനിന്ന് വലിയ പരാതി, പ്രത്യേകിച്ച് അയൽ സംസ്ഥാന ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല എങ്കിലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ദേവസ്ഥത്തിന് കൊടുത്തിട്ടുണ്ട്. അവരതിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിച്ചോളും, ചെയ്തിട്ടുണ്ട്. നന്ദി. അദ്ദേഹം പറയുന്നത് ഈ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ആദ്യം മുതൽ ജനം TV റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളിൽ എന്തൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത് എന്ന് ഓരോ ഇടത്താവളങ്ങളിൽ നിന്നും നമ്മൾ ലൈവ് ഓൺ ചെയ്ത കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചതാണ്. ഈ കാര്യങ്ങളിലൊക്കെയാണ് നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് നിയന്ത്രണ വിധേയമാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്നലെ പകൽ മുഴുവൻ ഇന്നലെ രാത്രിയിലേക്ക് ശബരിമല സന്നിധാനത്തെ സാഹചര്യങ്ങൾ ഭയപ്പെടുത്തുന്നതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പശ്ചാത്തലത്തിലാണ് കേരള ഹൈക്കോടതിയുടെ വിമർശനം ഇപ്പോൾ ദേവസ്വം ബോർഡിനെതിരെ ഉണ്ടായിരിക്കുന്നത്.